ഹായ് ഫ്രണ്ട്സ്, വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ എനിക്ക് രാവിലെ തന്നെ മെസ്സേജും കോളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പോഴും ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, തേർഡ് അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ വരാനുണ്ട്. സങ്കടപ്പെട്ടിരിക്കരുത്. ഹാപ്പി ആയിട്ട് ഇനിയുള്ള അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മളതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം. ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫോർ BSc നേഴ്സിംഗ് ഈസ് പബ്ലിഷ്ഡ്. റെമിറ്റ് ദ ഫീ ഓൺ ഓർ ബിഫോർ 11/8/2025. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 11/8/2025 അപ്പം നമുക്കതിൻ്റെ അലോട്ടഡ് ലിസ്റ്റിലേക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നത് ആലപ്പുഴയിലെയും എറണാകുളത്തെയും കോളേജിൻ്റെ ആയിരുന്നു. അപ്പം നമുക്കത് തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം അതിനകത്ത് ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ, അതിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റേറ്റ് മെറിറ്റ് 1 എന്ന് കാണാം. ആദ്യത്തെ അലോട്ട്മെൻറ്റാണ് 1 എന്നുള്ളത്. അപ്പം താഴേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ഇൻഡെക്സ് മാർക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിലും സ്റ്റേറ്റ് മെറിറ്റിൽ 299.17 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 299.17 തന്നെയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കാറ്റഗറി വൈസ് നോക്കാം. കാറ്റഗറി വൈസും 299.17 ലെവലിലാണ് വന്നിട്ടുള്ളത് ഇൻഡെക്സ് മാർക്ക്. താഴേക്ക് പോകുമ്പോൾ 298 വന്നിട്ടുണ്ട്. എല്ലാം കാറ്റഗറി വൈസ് ആണ് 298 വന്നിരിക്കുന്നത്. പിന്നെ 2-3 കുട്ടികൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ സീറ്റ് അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നമുക്ക് 299.17, അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ വെച്ച് SC ഒക്കെ വരുമ്പം 290 വരെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് എറണാകുളം ജില്ലയുടെ ഒന്ന് നോക്കാം. എറണാകുളം നമുക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ EK എന്നുള്ളത് കാണാം. അതിനകത്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊച്ചി എറണാകുളം. ഓക്കെ, അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് നോക്കുക. അലോട്ട്മെൻറ്റിൻ്റെ അവിടെ സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുള്ളതെല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ താഴേക്ക് പോകുമ്പം സെയിം ആണ്, 299.17 തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുള്ളത്. താഴേക്ക് പോകുമ്പം കാറ്റഗറി വൈസും കാണാൻ പറ്റുന്നുണ്ട്. അവിടെയും കാറ്റഗറി വൈസാണ്. കുറച്ച് 298 എത്തിയിട്ടുണ്ട്. ഫ്രീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുട്ടികൾ. അപ്പം ഇതിൽ 295 കാറ്റഗറിയാണ് SC വന്നിട്ടുള്ളത്. ST വന്നപ്പം 279 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അതും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം ആ ഒരു 290 താഴേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. 295 റേഞ്ചിലാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒരു 200 ST കാറ്റഗറിക്കാണ് 279 വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് നോക്കുന്ന സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കോളേജിൻ്റെയും ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പം വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അറിയാം. അപ്പോൾ ആരും സങ്കടപ്പെടരുത്. അപ്പം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ളവർ നിങ്ങളുടെ സീറ്റ് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക. നിങ്ങൾ ആ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ച് വെക്കുക. ഇല്ല, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് നോക്കുന്നുണ്ടെങ്കിൽ ഫീസ് അടച്ചുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് എങ്ങനെയാണ്, കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ ഓപ്ഷനിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്തതും അബദ്ധങ്ങൾ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പല കൂട്ടുകാരും മെസ്സേജ് അയച്ചിരുന്നു. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് കാണുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയവർ വിഷമിക്കരുത്. സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൃത്യമായ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം പുതിയ അപ്ഡേഷനുമായി അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.